അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ഇതാണ് നമ്മുടെ ഇന്നത്തെ സംഭവം. കുറച്ച് ബോർഡ് റേഡിയസ് ആണ്. പ്രൊജക്റ്റോ അസൈൻമെൻറ്റോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഈസി മെത്തേഡ് നമുക്ക് നോക്കിയാലോ. സിമ്പിളാണ്, ഈസിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റാവുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് നോക്കല്ലേ. ഫസ്റ്റ് ഞാനിവിടെ 5 A4 ഷീറ്റാണ് എടുക്കുന്നത്. 10 എണ്ണം ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാന്. ഇടയ്ക്ക് എവിടെയോ എൻ്റെ പ്ലാൻ ഒന്ന് ഫ്ലോപ്പായി പോയി. നമ്മൾ വെൽ പ്ലാൻഡ് ആണ്, അതായത് എല്ലാം നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ. പ്ലാൻ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതൊന്നും നടന്നിട്ടില്ല. ഇത് ചെയ്യുമ്പോൾ വല്ലാതെ നുസ്റ്റ് അടിച്ചിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കെയിൽ വെച്ച് പേപ്പർ മുറിക്കാറില്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അതൊന്നും പണ്ടല്ലേ, ഇപ്പോൾ അതൊന്നും നമുക്ക് പറ്റണില്ല. അതുകൊണ്ട് കത്രിക അങ്ങോട്ട് എടുത്ത് കട്ട് ചെയ്ത് ഒരു 8 പേപ്പർ ഞാനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ 8 പേപ്പർ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കതിൽ ഒരു പേപ്പർ എടുക്കാം. അതിന് നമ്മുടെ ഫസ്റ്റ് ബോർഡർ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഗ്രീൻ കളർ സ്കെച്ചും ഒരു ബ്ലാക്ക് പെന്നുമാണ് ഇതിലെ മെയിൻ. എന്നിട്ട് ഈ കാണുന്ന പോലെ വരയ്ക്കുക. അതായത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വള്ളിച്ചെടി പോലെയൊക്കെ തോന്നുമായിരിക്കാം, പക്ഷേ തോന്നൽ മാത്രമല്ല, അത് തന്നെയാണ്. കുറച്ച് ഇലകൾ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുൾ കുറച്ച് വലിയ വലിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് കളർ പെന്നിൽ വെച്ച് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി തോന്നും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ ഓരോ ഡോട്ടും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണക്ട് ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഹൈഫോൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം സിമ്പിളല്ല, എത്രയ്ക്ക് ഈസിയാണ്, ട്രൈ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബോർഡ് റെഡി കണ്ടാലോ. സ്കെയിൽ കൊണ്ടുവന്നപ്പോഴേ മനസ്സിലായില്ലേ കാര്യം. ഞാനൊരു ചെറിയ ബോർഡർ ഇടാൻ വന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഇത് വളരെ വളരെ ഈസിയാണ്. അതായത് നമ്മുടെ പേപ്പർ എടുക്കുക, നോർമൽ ബോർഡർ വരയ്ക്കുക. ഈ 2 കളറും പ്രൊജക്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ആണ്. റാ എഴുതാൻ പിന്നെ എല്ലാവർക്കും അറിയാലോ. അത് വെച്ചാണ് ഇന്നത്തെ നമ്മുടെ ഡിസൈൻ. 2 കളറിലും കുറേ റാ വരച്ചിട്ടുണ്ട്. ഒരു കളറിൽ വലുതും ഒരു കളറിൽ ചെറുതും. പിന്നെ അതിനുശേഷം അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ സ്കൈ ബ്ലൂ ആണ് ഞാൻ ചെറുതായിട്ട് വരയ്ക്കുന്നത്. പിന്നെ വള്ളി ഇല്ലാതെ നമുക്ക് എന്ത് പ്രൊജക്റ്റിൻ്റെ ബോർഡറാണുള്ളത്. അപ്പോൾ വള്ളി ഒന്ന് വരച്ച് സെറ്റാക്കുന്നുണ്ട്. അതിനുശേഷം കുറേ ലീഫ്, അതായത് നമ്മൾ ഗ്രീൻ ലീഫ് വരയ്ക്കുന്നതിന് പകരം ഇവിടെ സ്കൈ ബ്ലൂ കളർ ലീഫാണ് വരയ്ക്കുന്നത്. ആ ലീഫ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം ബ്ലാക്ക് കളർ പെന്ന്, നമ്മൾ എല്ലാത്തിലും ഇവിടെ ബ്ലാക്ക് കളർ പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് കളർ പെന്ന് വെച്ച് ഔട്ട്ലൈനും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്കെച്ച് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും മതി, സ്കെച്ച് ആകുമ്പോൾ കുറച്ചുകൂടി വലിയ എഫക്റ്റ് തോന്നും, അത്രയ്ക്ക് വേണ്ട. അത് കാരണം ബ്ലാക്ക് കളർ പെന്ന് വെച്ചിട്ട് മാത്രം ചെയ്താൽ മതി, അതാണ് കുറച്ചുകൂടി നീറ്റായിരിക്കുക. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഐഡിയ നോക്കാം. നെക്സ്റ്റ് പിന്നെ യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതും കുഴപ്പമില്ലാത്ത കോമ്പിനേഷനാണ്, കാണാൻ നന്നായിട്ടുള്ള കോമ്പിനേഷൻ തന്നെയല്ലേ. ലെഫ്റ്റ് സൈഡ് താഴെയായിട്ട് 4 ചതുരങ്ങൾ വരയ്ക്കുക, മാക്സ് അറിയാലോ അല്ലേ. പിന്നെ ഒരു ബ്ലാക്ക് പെൻ എടുക്കുക, 4 അപ്പൂപ്പൻ താടി പോലെ വരയ്ക്കുക. അതുപോലെ അല്ലേ കാണുമ്പോൾ ഉള്ളത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓറഞ്ച് കളർ എടുത്ത് ബാക്കി ഭാഗം ബോർഡർ വരയ്ക്കുക, നമ്മൾ നോർമലായിട്ട് ലൈൻ വരയ്ക്കുന്ന പോലെ തന്നെ. നെക്സ്റ്റ് യെല്ലോ എടുക്കുക. എനിക്ക് ഒരുപാട് ക്ഷമയില്ലാത്തതുകൊണ്ട് കൈ ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അപ്പൂപ്പൻ താടി പോലെയുള്ള ആ ഡിസൈൻ ഇല്ലേ, അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുക, അതായത് കുറച്ച് അലങ്കാര പണി ചെയ്യുക. ഇതൊക്കെ എത്ര സിമ്പിളാണ്, വളരെ ഈസി അല്ലേ. അടുത്ത സിമ്പിൾ ബോർഡർ എന്നാ പിടിച്ച് 2 സൈഡും ഇതുപോലെ ഒന്ന് കറക്കി കുത്തി അതൊന്ന് ഫില്ല് ചെയ്യണം. രണ്ടും ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കണം, അതാണ് അതിൻ്റെ ഒരു ഇത്. അതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വള്ളിയും ഇലയും നിങ്ങൾക്ക് കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടാകും. പക്ഷേ ഇതിൻ്റെ മുദ്രകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു സൈഡ് മാത്രമേ ഇല വെച്ച് ഫില്ല് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു സൈഡുള്ള ഇലകൾ ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. സ്കെച്ച് ഉപയോഗിക്കുന്നത് നല്ലത്. പെൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെന്നിൻ്റെ ഇങ്ക് തീരാനുള്ള നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ബോർഡർ ഐഡിയ സെറ്റാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള സമയം കിട്ടാറേ ഇല്ലായിരുന്നു. കാരണം അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഒക്കെ ചെയ്യുന്നത് തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം രാവിലെ ആയിരിക്കും. അതാണെങ്കിലോ ക്ലാസ്സിൽ ആരെങ്കിലും ഒരാൾ ചെയ്ത അസൈൻമെൻറ്റ് തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും. ടീച്ചർമാർക്ക് ഒന്നും നോക്കിയാൽ മതി, കാരണം എല്ലാം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ എവിടെ ഡെക്കറേഷൻ ചെയ്യാൻ സമയം കിട്ടുക, എല്ലാം തട്ടിക്കൂട്ടി ചെയ്തിട്ടാണ് കൊടുക്കുക. കുറച്ചുകൂടി പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഇതുപോലെ ഓരോ അസൈൻമെൻറ്റും പ്രൊജക്റ്റും ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴല്ലേ പിങ്കും പർപ്പിളൊക്കെ വന്നത്. പണ്ടൊക്കെ പച്ചയും ചുവപ്പും റോസും നീലയും അങ്ങനെ കുറേ ഡാർക്ക് നിറങ്ങളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 10 രൂപയുടെ സ്കെച്ചായിരുന്നു അന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചെറിയ ചെറിയ സ്കെച്ചുകൾ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഇപ്പോഴും ഷോപ്പിലത് കിട്ടാറുണ്ട്. അത് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ സ്കെച്ച് കഴിയുമോ എന്നുള്ള ടെൻഷനും ഉള്ളതുകൊണ്ട് പിശുക്കിയിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അന്നും ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളും പൂച്ചെടികളും പൂച്ചട്ടികളും വരെ വരയ്ക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ കുറേ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ പ്രൊജക്റ്റ് കാണുമ്പോൾ നമുക്കും പണ്ടത്തെ പോലെ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ തോന്നാറുണ്ട്. അന്ന് നമുക്ക് നേരെ ചെയ്യാൻ പറ്റാതെ പോയത് ഇന്ന് കുറച്ച് വിഷമമുണ്ട്. അതായത് ഇന്ന് ഒരുപാട് ഡിസൈൻസും ഇന്നും യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കൂടി എല്ലാവർക്കും ഡിസൈൻസൊക്കെ നോക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് വിട്ടുപോകണ്ട. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ബോർഡർ ഐഡിയസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സംസാരിക്കുന്ന ഇടയിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതൊക്കെ ടൈപ്പ് ചെയ്തു എന്ന്. പിന്നെ ഒരു യെല്ലോ കോമ്പിനേഷനിൽ ചെയ്യണമെന്ന് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം കാണാൻ നല്ല രസമല്ലേ യെല്ലോ. അതുകൊണ്ട് ഈ ഒരു കളറിൽ ഒന്ന് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ഫേവറേറ്റ് കോമ്പിനേഷനായ റെഡും ഗ്രീനും അത് വെച്ചിട്ട് ചെയ്യണം എന്നും ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഞാനിവിടെ ആഗ്രഹം സാഫല്യമായി എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാത്തിലും വള്ളിയും വള്ളിച്ചെടികളും എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും, കാരണം
കാരണം ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ എല്ലാവിടെയും ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും സ്കൂളിൽ പ്രൊജക്റ്റിനോ അസൈൻമെൻറ്റിനോ എന്തിനു വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിരിക്കും. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.